தம்பி தோ அந்த கம்பெனி முன்னாடி நிப்பாட்டுங்க தெரியுமா? போது എന്താ Yes, come in. എന്താണ് സാർ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അതായത് AN ട്രേഡേഴ്സ് അവിഹിത മാർഗത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാർ, ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി. സാറ് വിളിക്കുന്നെന്നും പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് കുറെ പേര് ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ കണ്ടില്ലേ? എന്നിട്ട് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കില്ല. അടിതറയുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുമല്ലോ. ട്രെയിനിങ്ങാ സാർ? ആരെ? ഞാനൊരു പാവാ. എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. സാർ എന്തായി പറയുന്നത്? സാർ ഇത് ഞങ്ങളാ, രാമദാസൻ, ഞങ്ങൾ AN ട്രേഡേഴ്സിലെ എംപ്ലോയീസാ. തൽക്കാലം എംപ്ലോയീസിന്റെ രൂപത്തിലാ. അതല്ലേ ശരി? രൂപത്തിലോ? ഭാവത്തിലും അങ്ങനെ തന്നെയാണ് സാർ. ആ യൂണിയൻ നേതാക്കൾ വന്നിരുന്നു. അവരോട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് ജോലി തന്നത് അവർക്ക് ഇഷ്ടമായിട്ടില്ല. ഇല്ല, ഞാൻ അവരോട് പറയാം. എനിക്കൊരു മാസത്തെ സമയം തരണം. അപ്പോഴേക്ക് ഞാൻ നിങ്ങളുടെ കാര്യം എന്നേക്കുമായി ശരിപ്പെടുത്തി തരാം. അപ്പൊ 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനന്റ് ആക്കുമല്ലേ? അതെ, പെർമനന്റ്. അപ്പൊ അതുവരെ ഇല്ല. അതിനു മുമ്പ് നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർക്കും. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയില്ല. ജോലി അല്ല, ഒരു കണക്കിന് ഞാൻ നിങ്ങൾക്ക് ജോലി തരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? സാർ, ഇത് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി സാർ. പൊയ്ക്കോ സാർ, ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാർ. എനിക്കും. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. തോളിലിരുന്ന് ചെവി തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. എന്റെ ചെവി തിന്നെ ഞാൻ ആരെയും സമ്മതിക്കില്ല. അയ്യോ സാർ, ഞങ്ങൾ ചെവി തീറ്റക്കാരല്ല. പോകാനാ പറഞ്ഞേ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട.